അദ്ദേഹത്തിൻ്റെ ആ ഒരു 30 വർഷത്തെ യാത്ര നമ്മളിവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ്. ചെറിയ കേക്ക് കുറിച്ചുകൊണ്ട് നമ്മളത് ആഘോഷമാക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും 30 വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട്. വിജയേട്ടനെ എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയൊന്ന് ഞങ്ങളോടൊന്ന് പറയാം. അതിൻ്റെ ഒരു ജോയ്. 30 വർഷം കൂടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തിരങ്കടവതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ നേരെ ചോദിച്ചു. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്തതെന്നറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയൊന്നും കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതം ആകെതാണെന്ന് അറിഞ്ഞു. കുറച്ചുകൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് ഒരു കാലഘട്ടത്തിൽ വിജയന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമിത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമിത ചേച്ചിയും കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റായാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സമയത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ